ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്നോട് പറയാൻ പോകുന്നത് ഡ്രഗ് കാൽക്കുലേഷനെ കുറിച്ചാണ്. ഇനിയും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് കാൽക്കുലേഷനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതിൻ്റെ ക്ലാസ് എന്ന് ഫസ്റ്റ് നമുക്ക് ഡോസ് കാൽക്കുലേഷനും അതെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നും പറയാം. അതിന് ശേഷമാണ് ഡ്രഗ് കാൽക്കുലേഷനും. നമുക്ക് ഡോസ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 mg ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് 1 mg. 1 mg എന്ന് പറയുന്നത് 1000 mcg ആണ്. ഇനിയും 1 ഗ്രാം എന്ന് പറയുന്നത് 1000 mg ആണ്. ഇനി നമുക്ക് 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ml ആണ്. ഇനി നമുക്ക് അടുത്തറിയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ml എന്ന് പറയുന്നത് 1 cc. ഇനി നമുക്ക് ഡോക്ടേഴ്സ് പറയുക, അതിപ്പോൾ മെഡിസിൻ കൊടുക്കാൻ നേരത്ത് സിറപ്പ് കാര്യങ്ങൾ പറയുന്നത് 5 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ആണ്. ചില ഡോക്ടർമാർ പറയുന്നത് 1 ടീസ്പൂൺ കൊടുക്കാനേ പറയത്തുള്ളൂ. അപ്പോൾ 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml ആണ്. ഇനി 1 ടേബിൾ സ്പൂൺ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 3 ടീസ്പൂൺ ആണ്. 1 ടേബിൾ സ്പൂണ് TBSP എന്നാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടീസ്പൂൺ ആണ്. അതായത് 3 ടീസ്പൂൺ കൂടുന്നതാണ് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. അതായത് 15 ml. 15 ml എന്ന് പറയുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ. ഇപ്പം മനസ്സിലായോ? അതായത് 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml, 3 ടീസ്പൂൺ കൂടുന്നതാണ് 1 ടേബിൾ സ്പൂൺ എന്നറിയപ്പെടുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ നമ്മൾ പറയുവാണെങ്കിൽ 15 ml ആണ്. അതായത് 3 ടേബിൾ സ്പൂൺ കൂടുന്നതാണ് 1 ടീസ്പൂണാണ്. ഇനി അടുത്തത് 30 ml എന്ന് പറയുന്നതാണ് 1 ഔൺസ്. 1 ഔൺസ് എന്ന് പറയുന്നത് 30 ml. അത് 2 ടേബിൾ സ്പൂൺ കൂടുന്നതാണ് 1 ഔൺസ് എന്നറിയപ്പെടുന്നത്. അതായത് 30 ml. അപ്പം 30 ml എന്ന് പറയുന്നത് 1 ഔൺസ് ആണ്. അപ്പം 8 ഔൺസ് എന്ന് പറയുന്നത് 1 കപ്പാണ്. ഇനി 1 കപ്പ് എങ്ങനെ ഇട്ടെന്ന് ചോദിച്ചാൽ 8 ഔൺസ് എന്ന് പറയുന്നത് 1 കപ്പാണ്. 1 ഔൺസ് എന്ന് പറയുന്നത് 30 ml. അപ്പോൾ 8 × 30 240 ml ആണ്. 240 ml ആണ് 1 കപ്പ് എന്ന് പറയുന്നത്. ഇനി അപ്പം നമുക്കിനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് കാൽക്കുലേഷൻ, അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ടാബ്ലറ്റും ഇഞ്ചക്ഷനും ഞാൻ സെപ്പറേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ടാബ്ലറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത് ഡോസ് ടു ബി ദ ഗിവൺ ആൻഡ് അതിൻ്റെ വരുന്ന ഇക്വേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡിസൈഡ് ഡോസ് ഡിവൈഡഡ് ബൈ അവൈലബിൾ ഡോസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ പേഷ്യൻറ്റ് നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് മെഡിസിൻ എത്ര എണ്ണം കൊടുക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അത് വന്ന് ഇഞ്ചക്ഷനിലാണെങ്കിൽ നമ്മൾ D ഡിവൈഡഡ് ബൈ H ഇൻറ്റു V ആണ്. അത് D എന്ന് പറയുന്നത് ഡിസൈഡ് ഡോസ്, H എന്ന് പറയുന്നത് എമൗണ്ട് ഓൺ ഹാൻഡ്, V വരുവാണെങ്കിൽ വോളിയം. അപ്പോൾ ഡിസൈഡ് ഡോസ് ഡിവൈഡ് ബൈ എമൗണ്ട് ഓൺ ഹാൻഡ് ഇൻറ്റു വോളിയം ആണ്. അന്നേരമാണ് നമുക്ക് ഡോസ് എത്രയാണെന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് എങ്ങനെയാണെന്ന് എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. അപ്പം നമുക്കിനി ഇപ്പോൾ ഡോക്ടേഴ്സ് ഓർഡർ തന്നേക്കുന്ന ടാബ് ഫ്രീസിയം 10 mg പേഷ്യൻറ്റ് പോകാനാണ്. അവൈലബിൾ നമ്മുടെ കയ്യിലുള്ളത് 5 mgയുടെ ടാബ്ലറ്റ് ആണ്. അപ്പം ഈ 5 mgയുടെ ടാബ്ലറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്കിനി എത്ര ടാബ്ലറ്റാണ് പേഷ്യൻറ്റ് പോകണമെന്ന് നോക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഡിസൈഡ് ഡോസ് എന്ന് പറയുന്നത് 10 ആണ്. അവൈലബിൾ ഡോസ് നമ്മുടെ കയ്യിലുള്ളത് 5 × 1. അപ്പം നമുക്കിനി എത്ര ടാബ്ലറ്റാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 1 2. അപ്പം നമുക്ക് ആ പേഷ്യൻറ്റ് പോകുന്നത് 2 ടാബ്ലറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഡോക്ടർ അഡ്വൈസ് ചെയ്ത 10 mg പേഷ്യൻറ്റ് പോകത്തുള്ളൂ. ഇനി നമുക്ക് ടാബ്ലറ്റ് പീഡിയാട്രിക്കിന് എങ്ങനെ കൊടുക്കാമെന്ന്. ഒരു ടാബ്ലറ്റ് ആണെങ്കിൽ പോലും ക്യാപ്സൂൾ ആണെങ്കിൽ പോലും നമുക്ക് പീഡിയാട്രിക്ക് വരുന്ന സമയത്ത് ക്വാണ്ടിറ്റി ചിലപ്പോൾ അവർ വിഴുങ്ങത്തില്ലല്ലോ. അവർക്ക് സാള ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് നമ്മൾ വെള്ളത്തിലാണ് അലിയിച്ചിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ക്വാണ്ടിറ്റി അവിടെ എന്ത് ചെയ്യാമെന്നറിയാമോ? ഡിസൈഡ് ഡോസ് ഡിവൈഡ് ബൈ അവൈലബിൾ ഡോസ് ഇൻറ്റു എത്രയാണോ ഡൈല്യൂട്ട് ചെയ്യുന്നത്. അത് നമുക്ക് 2 ml ആകാം, 5 ml വാട്ടറിലാകാം, 10 ml ആകാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ml വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ml വെച്ചിട്ട് ഇപ്പം 10 ml ആണ് ഡൈല്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എത്ര കൊടുക്കണം? 5 ml ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ എത്ര? ഇപ്പം ഞാൻ 5 ml ഡൈല്യൂട്ട് ചെയ്യുന്ന കാണിക്കാൻ പോകുന്നത് ml ആണ്. അപ്പം നമുക്കിവിടെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്തേക്കുന്നത് ഫ്ലൂർ ക്യാപ്സൂൾ 30 mg ആണ് കുട്ടിക്ക് പോകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് 75 mg ആണ് ഇരിക്കുന്നത്. അപ്പം 30 ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു ഞാനിവിടെ ഒരു 5 ml വാട്ടറിലാണ് ഡൈല്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൊടുക്കേണ്ടതായിട്ട് വരും? 2 ml. 2 ml ആണ് നമുക്ക് കുട്ടിക്ക് പോകേണ്ടുന്നത്. നിർത്തണം. അപ്പം നമുക്ക് ഇഞ്ചക്ഷൻ ഇനി എങ്ങനെ കൊടുക്കണമെന്ന് പറയാം. DH × V ആണ്. അത് ഡിസൈഡ് ഡോസ് ഡിവൈഡ് ബൈ എമൗണ്ട് ഓൺ ഹാൻഡ് ഇൻറ്റു വോളിയം ആണ്.
അപ്പോൾ നമുക്കിപ്പോൾ ഇഞ്ചക്ഷൻ മോണോസഫർ ഡോക്ടർ പറയുന്നത് 750 കൊടുക്കാൻ പറയുന്നു. നമ്മുടെ കയ്യിലുള്ളത് 1000 mg ആണ്. അപ്പോൾ നമുക്ക് സെയിം ഇതുപോലെ തന്നെ ഇക്വേഷന് ഡിസൈഡ് ഡോസ് ഡിവൈഡഡ് ബൈ നമ്മുടെ അവൈലബിൾ എത്രയാണോ അതാണ് ഇവിടെ എഴുതുക. ഇൻറ്റു ഞാൻ 10 cc ഡയലൂട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 10 cc ആകാം, 20 cc ആകാം, എത്രയാണോ ഡയലൂട്ട് ചെയ്യുന്നത് അതാണ്. ഇപ്പം ഞാൻ 10 cc ഡയലൂട്ട് ചെയ്യുന്നുണ്ട്, 10 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7.5 ml ആണ് കൊടുക്കേണ്ടുന്നത്. ഇപ്പം നമുക്ക് 20 cc ഡയലൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 15 ml വരും കേട്ടോ. അതൊന്ന് കാണിച്ചു തരാം. 750 ഞാനിവിടെ ഡയലൂട്ട് ചെയ്യുന്നത് 20 ml ആണെങ്കിൽ എനിക്കിവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞ് 15 ml ആണ്. അത് നമ്മൾ എത്രയാണോ ഡയലൂട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഇവിടെ കൊടുക്കുക. 5 cc ഡയലൂട്ട് ചെയ്യാം, 10 cc കൊടുക്കാം, 20 cc കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇഞ്ചക്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ കൊടുക്കേണ്ടത്. ഹൈ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നും കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാനതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.